പ്രധാനമന്ത്രി വീണ്ടും കേരളത്തെത്തുകയാണ്. ഇത്തവണ ആലത്തൂർ മണ്ഡലത്തിലെ കുന്നംകുളത്താണ് അദ്ദേഹത്തിന്റെ പരിപാടി. BJP ഒട്ടും പ്രതീക്ഷ വയ്ക്കാത്ത ആലത്തൂരിൽ പ്രധാനമന്ത്രിയെ കളത്തിലിറക്കുന്നതിലൂടെ എന്താണ് അവർ ലക്ഷ്യമിടുന്നത്? കരുവന്നൂർ വിവാദങ്ങൾ മുൻനിർത്തി BJP കാണുന്ന രാഷ്ട്രീയ നീക്കം എന്താണെന്ന് കൂടി പ്രസക്തമാണ്. BJPക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ അട്ടിമറി ഒട്ടും സാധ്യതയില്ലാത്ത ആലത്തൂരിൽ പ്രധാനമന്ത്രി എന്ത് പ്രഖ്യാപനം നടത്തും? 2019 കാര്യമായ ഒരു സ്വാധീനവും ഉയർത്താൻ കഴിയാത്ത ഒരിടമായിരുന്നു BJPക്ക് NDA മുന്നണിക്ക് ആലത്തൂർ. ഇത്തവണ ആ സീറ്റ് BJP ഏറ്റെടുത്തു കഴിഞ്ഞു. പ്രൊഫസർ സരസു എന്ന സ്ഥാനാർത്ഥി അവിടെ BJPയുടെ പ്രഖ്യാപനത്തിനൊപ്പം പ്രചരണ രംഗത്ത് സജീവമാവുകയാണ്. 15-ാം തീയതി പ്രധാനമന്ത്രി അവിടേക്ക് വരുമ്പോൾ അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകൾ, രാഷ്ട്രീയ നീക്കങ്ങൾ എന്ത് എന്ന പ്രസക്തമായ ചോദ്യം ഉയരുന്നുണ്ട്. ഇവിടെ നമ്മൾ പരാമർശിച്ചു പോവേണ്ട ഒരു ഇടമാണ് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട വിവാദം. ഈ തെരഞ്ഞെടുപ്പിൽ BJP പ്രത്യേകിച്ച് തൃശ്ശൂരും ആലത്തൂരും അടക്കമുള്ള മണ്ഡലങ്ങളിൽ കരുവന്നൂർ വിവാദങ്ങളിൽ CPM-നെ പ്രതിക്കൂട്ടിലാക്കി EDയുടെ നീക്കങ്ങളെ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള രാഷ്ട്രീയ നീക്കം ലക്ഷ്യമിടുന്നുണ്ട്. നേരത്തെ പ്രൊഫസർ സരസുവുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിൽ പ്രധാനമന്ത്രി ഇത് പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വീണ്ടും 15-ാം തീയതി പ്രധാനമന്ത്രി വീണ്ടും എത്തുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്ന എന്ന കാര്യം കൂടി പ്രസക്തമാണ്. CV അനുമോദ് നമുക്കൊപ്പം ചേരുന്നു. അനുമോദ്, BJP നടത്തുന്ന രാഷ്ട്രീയ നീക്കം, അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ നീക്കത്തിന് ഒരു ന്യായീകരണമുണ്ട്, അത് ആ തരത്തിൽ നടത്താം. പക്ഷേ ആലത്തൂര് കുന്നംകുളത്തേക്ക് അദ്ദേഹം എത്തുമ്പോൾ AC മൊയ്തീൻ്റെ ഈ ആരോപണ വിധേയനായ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാവ്, അവിടുത്തെ MLA AC മൊയ്തീൻ്റെ തട്ടകത്തേക്കാണ് പ്രധാനമന്ത്രി ഈ പ്രചരണ പരിപാടിക്ക് വേണ്ടി എത്തുന്നത്. ഒട്ടും രാഷ്ട്രീയ പ്രതീക്ഷയില്ലാത്ത ആലത്തൂരിൽ പ്രധാനമന്ത്രിയെ കളത്തിലിറക്കുമ്പോൾ BJP മുന്നിൽ കാണുന്ന രാഷ്ട്രീയം എന്താവും? ആ ചോദ്യത്തെ എങ്ങനെയാണ് അനുമോദ് കാണുന്നത്? ആലത്തൂർ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള കുന്നംകുളത്ത് നരേന്ദ്രമോദി വരുന്നത് ആലത്തൂർ മണ്ഡലത്തിന് വേണ്ടി മാത്രമാണെന്ന് നമുക്ക് കരുതാനാകില്ല. കുന്നംകുളം എന്ന് വെച്ചാൽ തൃശ്ശൂരിന് തൊട്ടടുത്തുള്ള സ്ഥലമാണ്, പൊന്നാനിക്കും അടുത്തുള്ള സ്ഥലമാണ്. ഈ വരുന്ന 15-ാം തീയതി നരേന്ദ്രമോദിക്കൊപ്പം ഈ തൃശ്ശൂരിലെയും ആലത്തൂരിലെയും പൊന്നാനിയിലെയും സ്ഥാനാർത്ഥികളും ഉണ്ടാകുമെന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതായത് നരേന്ദ്രമോദിക്കൊപ്പം ഈ 3 സ്ഥാനാർത്ഥികളും ഒരു ഇടത്ത് ചേരുന്നു എന്നത് ഒരു രാഷ്ട്രീയ സന്ദേശമാണ്. ആലത്തൂരിലേക്ക് പ്രധാനമന്ത്രി വരുന്നതിന്റെ 2 കാര്യങ്ങൾ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്, ഒന്ന്, സജിത്ത് സൂചിപ്പിച്ചതുപോലെ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പ്രധാനമന്ത്രി നടത്തുന്ന പ്രസ്താവനകൾ അത് തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. കരുവന്നൂരിലെ വിഷയത്തിൽ ഒരുപക്ഷെ ഇരിങ്ങാലക്കുടയിലും അദ്ദേഹം കുന്നംകുളത്തിന് ശേഷം ഒരു പ്രകടനത്തിൽ റോഡ് ഷോയും അതുപോലെ തന്നെ സമ്മേളനവും നടത്തുമെന്നൊരു സൂചനയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷം മാത്രമേ അതിൽ സ്ഥിരീകരണമുണ്ടോ. അങ്ങനെയാണെങ്കിൽ കുന്നംകുളത്തും ഇരിങ്ങാലക്കുടയിലും നരേന്ദ്രമോദി എത്തും. ഇരിങ്ങാലക്കുടയിൽ അദ്ദേഹം എത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് അതിന് കൂടുതലൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അത് കൃത്യമായിട്ടും കരുവന്നൂരിലെ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെടുത്തി അത് ദേശീയ തലത്തിൽ തന്നെ ഇടതുപക്ഷത്തിന്റെ ഒരു വലിയ ബാങ്ക് തട്ടിപ്പ് എന്ന തരത്തിലൊരു പ്രചരണത്തിനും അതുവഴി തൃശ്ശൂരിൽ വലിയ ചലനമുണ്ടാക്കാനും സാധിക്കുമെന്നാണ് BJP കണക്കൂട്ടുന്നത്. ആലത്തൂരിലേക്ക് വരികയാണെങ്കിൽ പ്രൊഫസർ സരസു, അവർ നമുക്കറിയാം ഇടതുപക്ഷത്തിന്റെ വിദ്യാർത്ഥി സംഘടന SFI അവർക്ക് കുഴിമാടം തീർത്തതും വലിയ വിവാദങ്ങളായിരുന്നു, രാഷ്ട്രീയ ചർച്ചയായിരുന്നു. വീണ്ടും അവര് സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ മുൻപ് അവർക്ക് നേരിടേണ്ടി വന്ന ആ ദുരനുഭവം ഒരുപക്ഷെ ചർച്ചയാക്കാനും നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാം SFI പ്രതിക്കൂട്ടിലായി നിൽക്കുന്ന പൂക്കോട്ട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണം ഒരിക്കൽ കൂടി ചർച്ചയാക്കാനുമുള്ള സാധ്യതകൾ, അതുവഴി SFIയെ കടന്നാക്രമിക്കുന്നതിനുള്ള ഇടതുപക്ഷത്തിന് നേർക്ക് അക്രമ രാഷ്ട്രീയത്തിന്റെ വലിയ വിമർശനം ഉയർത്താനുള്ള സാധ്യത, ഇങ്ങനെ ഒരു സാഹചര്യം കൂടി ആലത്തൂരിൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. കാരണം പ്രൊഫസർ സരസുവിന്റെ ജീവിതത്തിൽ അവർ നേരിട്ട അനുഭവങ്ങൾ മുൻനിർത്തി നടത്തുന്ന പ്രചാരണങ്ങൾ അത് ചെന്നെത്തുക അത്തരത്തിൽ പോകുമ്പോൾ ഇടതുപക്ഷത്തിലേക്കാണ്. ഞാനൊരു രാഷ്ട്രീയ നിരീക്ഷണം, സംശയം ഞാൻ പങ്കുവയ്ക്കുകയാണ്. അതായത് പൊന്നാനി ആവട്ടെ ആലത്തൂരാവട്ടെ ഇവിടങ്ങളൊന്നും BJPക്ക് ലോക്സഭയിൽ ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഇടങ്ങളാണ്. അവിടെ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുക, വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുക എന്നത് മാത്രമാവാം ചിന്തകൾ. ബാക്കിയൊക്കെ രാഷ്ട്രീയം, പ്രഖ്യാപനങ്ങളും രാഷ്ട്രീയമായ അവകാശവാദങ്ങളുമാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനപ്പുറം സംസ്ഥാനത്ത് ലക്ഷ്യമിടുന്ന രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ അടുക്കുക, അതിനൊരു അവസരമാക്കി മാറ്റുക, അതിന് കരുവന്നൂരടക്കമുള്ള വിഷയങ്ങളെ സജീവമാക്കുക, അങ്ങനെ ഒരു നീക്കം കൂടി ഈ ഘട്ടത്തിൽ BJP മുന്നിൽ കാണുന്നുണ്ടാകുമോ? അതല്ലെങ്കിൽ കരുവന്നൂർ എന്ന പ്രഖ്യാപനം ഈ പ്രൊഫസർ സരസുവുമായി പ്രധാനമന്ത്രി നടത്തിയ ആശയവിനിമയത്തിന് തൊട്ടു പിന്നാലെ തന്നെ അവിടെ അന്വേഷണ ഏജൻസികൾ നടത്തിയ വലിയ അന്വേഷണ നീക്കങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അപ്പുറമുള്ള ഒരു രാഷ്ട്രീയ സാധ്യതകളിലേക്കൊക്കെ വെളിച്ചം വീശുന്നതായി ഈ പ്രധാനമന്ത്രിയുടെ നീക്കത്തെ നമുക്ക് കാണേണ്ടി വരുമോ?
തീർച്ചയായും കേരളത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ അത്ഭുതങ്ങളൊന്നും BJPക്ക് പ്രതീക്ഷിക്കാനാകില്ല. അവർ കണക്ക് വയ്ക്കുന്നത് തന്നെ തൃശൂരും തിരുവനന്തപുരവും ഒക്കെ പോലെയുള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, 5-ൽ താഴെ മണ്ഡലങ്ങളിൽ മാത്രമാണ് അവരുടെ വലിയ പ്രതീക്ഷകളുള്ളത്. അതിനപ്പുറത്തേക്ക് ഡബിൾ ഡിജിറ്റ് എന്നൊക്കെ മോദി പറയുകയാണെങ്കിൽ അതൊരു പ്രചാരണത്തിന് വേണ്ടി പറയുന്നതിനപ്പുറത്തേക്ക് ഒരു സാധ്യതയില്ല. പക്ഷേ ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിനു മുൻപ് വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്, ഇതിലൊക്കെ തന്നെ BJPക്ക് പോയ വർഷങ്ങളേക്കാൾ, പോയ തെരഞ്ഞെടുപ്പുകളേക്കാൾ നേട്ടമുണ്ടാക്കാൻ BJPക്ക് താഴെ തട്ടിൽ ഒരു അടിത്തറയുണ്ടാക്കണം. മോദി അടക്കമുള്ള കേന്ദ്ര നേതാക്കളുടെ തുടർച്ചയായുള്ള സന്ദർശനം, അത് വിവിധ മേഖലകളിൽ അവർ നടത്തുന്ന സന്ദർശനം, അവിടെയൊക്കെ തന്നെ BJPക്ക് താഴെത്തട്ടിൽ കുറെ കൂടി വളർച്ചയ്ക്ക് ഈ സന്ദർശനങ്ങൾ വഴിയൊരുക്കുന്നു എന്നൊരു വിലയിരുത്തൽ പൊതുവെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ 2 തവണയും നരേന്ദ്രമോദി തൃശൂരിൽ വന്നപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി എത്തിയ ആളുകളുടെ ഒരു സാന്നിധ്യം നമ്മൾ കണ്ടതാണ്. അന്ന് നരേന്ദ്രമോദിയെ കാണുവാൻ വേണ്ടി കോട്ടയത്ത് നിന്ന് വരെ ആളെ കൊണ്ടുവന്നെങ്കിൽ ഇനി ഓരോ തവണയും നരേന്ദ്രമോദി വരുമ്പോൾ ഓരോ മണ്ഡലത്തിലെ ആളുകളെ വെച്ച് പരമാവധി പങ്കെടുപ്പിക്കുന്നതിന് വേണ്ട ശ്രമങ്ങളാണ് നടക്കുക. അതായത് ഒരു മണ്ഡലത്തിൽ ആളുകളുടെ എണ്ണം കൂട്ടുവാൻ നരേന്ദ്രമോദി വരുമ്പോൾ അദ്ദേഹത്തിന് വലിയ ഒരു സാന്നിധ്യം തുണയാകുമെന്നൊരു കണക്കൂട്ടലാണ് BJPക്കുള്ള. നരേന്ദ്രമോദിയേക്കാൾ വലിയൊരു പ്രചാരൻ BJPക്ക് കിട്ടാനില്ല. മോദി തുടർച്ചയായിട്ട് വരുന്നത് അത്തരത്തിൽ താഴെ തട്ടിലേക്ക് കൂടി അവരുടെ രാഷ്ട്രീയം വളർത്തുവാനും അവരുടെ നേട്ടങ്ങൾ നരേന്ദ്രമോദിയിലൂടെ തന്നെ പങ്കുവയ്ക്കുവാനും കഴിയുമെന്നൊരു പ്രതീക്ഷയാണുള്ളത്. ഈ കെ സുരേന്ദ്രന്റെ വയനാട് തെരഞ്ഞെടുപ്പ് പോലും, ഈ തെരഞ്ഞെടുപ്പിൽ അവർ ഒരു ഫൈറ്റിംഗ് നടത്തി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കൃത്യമായൊരു വളർച്ചയ്ക്ക് വഴിയൊരുക്കാൻ വേണ്ടിയുള്ളൊരു നീക്കമാണ് എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്തുവാൻ. കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അവരുടെ ഒരു ആദ്യ ചവിട്ടുപടി മാത്രമായിട്ട് വേണം കാണുവാൻ. എന്താണെങ്കിലും ഈ ലോക്സഭയിൽ തന്നെ BJPയുടെ A ക്ലാസ് മണ്ഡലത്തിൽപ്പെടുന്ന സ്ഥലമാണല്ലോ തൃശ്ശൂര്. ആദ്യത്തെ ഒരു പ്രതീക്ഷയ്ക്കപ്പുറത്തേക്ക് പിന്നീട് വലിയ മുൻനിര ആളുകളെ ഒന്നും നമ്മൾ കണ്ടില്ല. ഇപ്പോൾ നോമിനേഷൻ ചടങ്ങിൽ കണ്ടില്ല, പിന്നീട് നടന്ന പ്രചരണ പരിപാടിയിലൊന്നും അങ്ങനെ ദേശീയ നേതാക്കളുടെ ഒരു നിര അങ്ങനെയൊന്നും തൃശ്ശൂര് കണ്ടില്ല. പ്രധാനമന്ത്രി വീണ്ടും എത്തുമ്പോൾ ഇനി 2 പരിപാടികളിലൊക്കെ കൂടിയാണ് പ്രധാനമന്ത്രി കേരളത്തിൽ പങ്കെടുക്കുകയെന്നാണ് അറിയുന്നത്. അതിലൊരു പരിപാടി 15-ാം തീയതി നടക്കും. അത് കുന്നംകുളത്ത് നടക്കുമ്പോൾ ഒരുപക്ഷെ തൃശ്ശൂരെയും കൂടെ ലക്ഷ്യമിട്ടുകൊണ്ടാണോ കുന്നംകുളം എന്ന സ്ഥലം തെരഞ്ഞെടുത്തിട്ടുണ്ടാവുക? അങ്ങനെയെങ്കിൽ അത് തൃശ്ശൂരെ വോട്ടർമാരെ എത്ര കണ്ട് സ്വാധീനിക്കാൻ സാധ്യതയുണ്ടാവും? ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു സാഹചര്യം കൂടി ഉപമിച്ച് വേണം പറയാൻ. കാരണം രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുമ്പോൾ അതിന്റെ ഗുണം കണ്ണൂരിലും വടകരയിലും മലപ്പുറത്തും എല്ലാം ലഭിച്ചത് എങ്ങനെ എന്ന ഒരു സാഹചര്യം കൂടി വിലയിരുത്തി നരേന്ദ്രമോദി കുന്നംകുളത്ത് വരുമ്പോൾ, ആലത്തൂരിന്റെ മണ്ഡലമായ കുന്നംകുളത്ത് വരുമ്പോൾ അതിന് തൊട്ടടുത്തുള്ള തൃശ്ശൂരിൽ അതിന്റെ ഗുണം കിട്ടുമെന്നൊരു നിരീക്ഷണമാണ് BJP നടത്തുന്നത്. അതായത് നരേന്ദ്രമോദിയുടെ ഈ ഒരു തൃശ്ശൂരിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കുന്നംകുളത്തെ നമുക്ക് തൊട്ടടുത്തുള്ള സ്ഥലമായിട്ട് വേണം. തൃശ്ശൂരിൽ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ ദൂരം മാത്രമേ മണ്ഡലത്തിലേക്കുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും തൃശ്ശൂരിലെ മണ്ഡലത്തിലെ കൂടുതൽ വോട്ടർമാരാകും കുന്നംകുളത്ത് എത്തുക. ആലത്തൂരിലേക്കാൾ, അതായത് ആലത്തൂരിന്റെ ഭാഗമായിട്ടുള്ള ചിറ്റൂരിൽ നിന്നും അതുപോലെ തന്നെ കുടൽമന്ദത്തിൽ നിന്നൊക്കെ വരുന്നതിനേക്കാൾ എളുപ്പത്തിൽ തൃശ്ശൂരിൽ നിന്നും ഗുരുവായൂരിൽ നിന്നും ഒക്കെ ആളുകൾക്ക് എത്താൻ സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഒരു ഗുണം കിട്ടുക തൃശ്ശൂരിന് തന്നെയായിരിക്കും. മാത്രമല്ല അതിനുശേഷം അദ്ദേഹം തൃശ്ശൂരിൽ തന്നെ ഇരിങ്ങാലക്കുടയിലേക്ക് പോവുകയും ചെയ്യുന്നു. മറ്റൊരു കാര്യം കൂടി ഇവിടെ BJPയുടെ നിരീക്ഷണം, ഇപ്പോൾ ഇനിയാണ് ശരിക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഊർജിതമായ ഘട്ടത്തിലേക്ക് വരുന്നത്. കഴിഞ്ഞ തവണയെല്ലാം തന്നെ സുരേഷ് ഗോപിയുടെ പ്രചരണം ആദ്യ 2 ഘട്ടങ്ങളിൽ വളരെയധികം മുന്നോട്ട് പോവുകയും അവസാന ഘട്ടത്തിലേക്ക് ആയപ്പോൾ അത് അല്പം നിർജ്ജീവമാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയും ചെയ്തു. അത് ദോഷം ചെയ്തിട്ടുണ്ട് എന്നൊരു നിരീക്ഷണം BJPയുടെ ഭാഗത്തുണ്ട്. അപ്പോൾ മുൻ അനുഭവങ്ങളിൽ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു തരത്തിൽ 2ാം ഘട്ടത്തിന് ശേഷം ഇനി മുതിർന്ന നേതാക്കൾ വന്ന് പ്രചരണത്തിൽ കൂടുതൽ സജീവമാവുക എന്നൊരു തന്ത്രമാണ് BJP പയറ്റുന്നത്. കാരണം ഈ തവണത്തെ തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ച് തൃശ്ശൂരിൽ ഒരു അഭിമാന പോരാട്ടം തന്നെയാണ്. കഴിഞ്ഞ 2 തവണയും നിയമസഭയിലേക്കാകട്ടെ അതിനുമുള്ള പാർലമെന്റിലേക്കാകട്ടെ സുരേഷ് ഗോപിക്ക് വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷ ഈ തവണ യാഥാർത്ഥ്യമാകും എന്നൊരു കണക്കൂട്ടലാണ് BJPകൾ. എന്തായാലും നരേന്ദ്രമോദിയുടെ വരവ്, അതിനുശേഷം കൂടുതൽ കേന്ദ്ര നേതാക്കൾ ഒരുപക്ഷെ വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. എന്നാണെങ്കിലും തൃശ്ശൂരിലാണ് BJPയെ സംബന്ധിച്ച് തിരുവനന്തപുരത്തിനൊപ്പം തന്നെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു മണ്ഡലം എന്നതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും കൂടുതൽ നേതാക്കളെ നമുക്ക് അതാണ് സാഹചര്യം. എന്തായാലും പ്രധാനമന്ത്രി വീണ്ടും ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ കുന്നംകുളത്തേക്ക് വരികയാണ്.